മുഖ്യമന്ത്രിയെ മന്ത്രിമാർക്ക് പേടിയുണ്ടോ? ഒരു ചോദ്യമാണ്. ഭരണത്തിൽ കുടുംബം ഇടപെടുമോ? അങ്ങനെ സാധാരണക്കാരന് മുഖ്യമന്ത്രിയെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആ ചോദ്യങ്ങൾക്ക് പിണറായിക്കൊപ്പം SKNൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികളിലേക്കാണ് ഇനി പോകുന്നത്. SKN40 യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രത്യേക അഭിമുഖം. ഗൗരവ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സു തുറന്ന് മുഖ്യമന്ത്രി. മന്ത്രിമാർക്കൊക്കെ അങ്ങ് ഒരു പേടിച്ചു മാറി നിൽക്കുന്ന അവസ്ഥ ചിലരെങ്കിലും അങ്ങനെയുണ്ടോ? LDF എന്നത് പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തി പോകുന്ന ഒരു സംവിധാനമാണ്. പൊതുവെ വിലയിരുത്തപ്പെടാറുള്ള പരുക്കൻ സ്വഭാവത്തെക്കുറിച്ച് കൗതുകമുള്ള ഉത്തരം. ഞാൻ കാണുന്നത് ഗുണത്തിനാണ് വന്ന് ഭവിച്ചിട്ടുള്ളതെന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാനാണ് തയ്യാറാവില്ല. നിങ്ങൾ ചാർത്തിത്തതൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കുമെന്നുള്ള സംശയം അത്തരം ആളുകൾക്ക് വരും. കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരോട് മുഖ്യമന്ത്രിക്ക് എന്താണ് സമീപനം? മനസ്സിൽ ശത്രുതയുണ്ടോ? വിമർശിക്കുന്നവരെ ശത്രുക്കളായിട്ട് ഞാൻ കാണാറില്ല. വിമർശിക്കുന്നവർക്ക് ചിലപ്പോൾ മറുപടി ശക്തമായി പറഞ്ഞെന്ന് വരും. വിമർശനങ്ങൾ കടുക്കുമ്പോൾ ഉറക്കം കിട്ടുമോ എന്ന് SKN. മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച കാലത്തും നന്നായി ഉറങ്ങിയെന്ന് മുഖ്യമന്ത്രി. അങ്ങേക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടുന്ന സമയമാണോ ഇതിപ്പോ? എനിക്ക് എല്ലാ ഘട്ടത്തിലും നല്ല ഉറക്കം കിട്ടാറുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന കാലത്തും ഞാൻ ശാന്തമായി ഉറങ്ങുമായിരുന്നു. ഞങ്ങൾക്കായിരുന്നു ഉറക്കം പോകുന്നത്. ശരിക്കും ഭരണത്തിൽ കുടുംബത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പൊതുജീവിതവും കുടുംബവും രണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രി നല്ല കുടുംബസ്ഥനാണോ? കുടുംബത്തിലെത്തിയാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അപ്പോഴും ഇന്നത്തെ നിലയിൽ പൊതുവായ കാര്യങ്ങൾ കുറേ നോക്കാനുണ്ടാവും. ശരിക്കുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പുകവലിയെക്കുറിച്ചുള്ള സ്വന്തം അനുഭവവും മുഖ്യമന്ത്രി 24നോട് തുറന്നു പറഞ്ഞു. നല്ലോണം പുകവലിക്കും. ചാർമിനാറായിരുന്നു എൻ്റെ ഇഷ്ടം. അതെന്നാ നിർത്തിയത്? അത് എനിക്ക് ശരിക്കും ബോധം വന്നതിന് ശേഷം നിർത്തി. ബോധം വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. സിനിമ കാണുന്നത് ഇഷ്ടമെങ്കിലും ഇപ്പോൾ സമയം കിട്ടാറില്ല. ഇഷ്ടഭക്ഷണം സമയമെടുത്ത് കഴിക്കുന്നതാണ് രീതി. പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. അതിൻ്റെ ഭാഗമായുള്ള കരുത്ത് ഓരോ ആൾക്കും ഉണ്ടാവണം. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 24 തിരുവനന്തപുരം. ഓരോ മറുപടികളും വളരെ കൃത്യമാണ് അല്ലെ. ചിരിച്ചുകൊണ്ടാ പറയുന്നത്. അത് മാത്രമല്ല, ആലോചിച്ചൊന്നുമില്ല, അപ്പൊ തന്നെ പറയുന്നത്. അത് കുടുംബത്തിന് പ്രാധാന്യമുണ്ട് അവിടെ ചെല്ലുമ്പോൾ. അത് അപ്പൊ ഒരു റോൾ പ്ലേ എന്ന് പറയുന്നത്. എങ്കിലും ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് സമയം കിട്ടാറില്ല എന്നും അദ്ദേഹം പറയുന്നു. എല്ലാം ഉറക്കം നന്നായി കിട്ടും. എത്ര വിമർശനങ്ങൾ നിൽക്കുമ്പോഴും നന്നായി ഉറങ്ങാറുണ്ടെന്ന് നല്ലൊരു ചിരിയോടെ പറയുന്നു.